ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണം പ്രമാണിച്ച് നമ്മളെല്ലാവരും വീട് ക്ലീൻ ചെയ്യാറുണ്ടല്ലേ. അപ്പം വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട് എങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ജോലിയുള്ളവർക്കും അതുപോലെ ചെറിയ കുഞ്ഞുങ്ങളുള്ളവർക്കും ഒക്കെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വീടിൻ്റെ പുറത്തുനിന്നാണ്, ബാൽക്കണിയിൽ നിന്നാണ് കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നത് വീട് എൻ്റെ ജനലിൻ്റെ ഭാഗത്തും ഒക്കെ ഒന്ന് ഡസ്റ്റൊക്കെ നമുക്ക് ആദ്യം റിമൂവ് ചെയ്യാം. ഡസ്റ്റും അതുപോലെ തന്നെ ചിലപ്പോൾ ചിലന്തി വലയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യമേ ഇതുപോലെ എപ്പോഴും നമ്മൾ വീട് ക്ലീൻ ചെയ്യുമ്പം പുറത്തു നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ജനലിലും ജനൽപ്പടികളിലും ഒക്കെ നിറച്ചും പൊടിയും മാറാലയും ഒക്കെ ഉണ്ടാവും. അപ്പം പുറത്തെ മാറാലകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അകം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കുറേ കാലത്തേക്ക് ഉള്ളിൽ അഴുക്കും പൊടിയും ഒന്നും ഉണ്ടാകുകയില്ല. നിങ്ങൾ ഏത് രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കമൻറ്റ് പറയാനായിട്ട് മറക്കരുത്. പുറത്തെ ബാൽക്കണിയും സിറ്റ് ഔട്ടും ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ അകത്ത് ഓരോ റൂമായിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യുന്നില്ല, 2-3 ദിവസം എടുത്തായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഫാനിലെ ഡസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിത് മാസം തോറും ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷേ നമ്മൾ താമസിക്കുന്ന വില്ലയ്ക്ക് ചുറ്റും പുതിയതായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. എപ്പോഴും വീടിനുള്ളിൽ നിറച്ച് ഡസ്റ്റാണ്. ഫാൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി ഞാൻ ക്ലീൻ ചെയ്യുന്നത് ജനലാണ്. ജനൽ പടികളും അതുപോലെ തന്നെ ജനലിൻ്റെ സൈഡിലുള്ള മാറാലകളും ഒക്കെ നല്ലതുപോലെ തട്ടി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. മാറാലയൊക്കെ തട്ടിയതിന് ശേഷം ഇനി നമുക്ക് തറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ തട്ടിയിട്ട മാറാലകളും അതുപോലെ തന്നെ പൊടിയൊക്കെ ഫ്ലോറിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞതിന് ശേഷം വേണം തറയൊക്കെ നമുക്കൊന്ന് തുടച്ചെടുക്കാനായിട്ട്. ഡെയിലി നമ്മൾ വീട് ക്ലീൻ ചെയ്യാനായിട്ട് 1/2 മണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഫെസ്റ്റിവൽസൊക്കെ വരുമ്പം വീട് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം എടുക്കേണ്ടി വരും, അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുമായിരിക്കും. എൻ്റെ മോളും ക്ലീനിങ്ങിന് എന്നോടൊപ്പം കൂടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ക്ലീനിങ്ങിൻ്റെ സമയത്ത് കുട്ടികളെ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ജോലിയൊക്കെ വളരെ എളുപ്പത്തിൽ കഴിയും. ഇനി നമുക്ക് തറയൊക്കെ തുടച്ചെടുക്കാനായിട്ട് ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നാരങ്ങ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ വേണമെന്നില്ല, ചീത്തയായി തുടങ്ങിയ നാരങ്ങയായാലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ഉപയോഗിക്കാം. ഞാനത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ദേ ഇതുപോലൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനതിൻ്റെ അളവൊന്നും പറയുന്നില്ല കേട്ടോ, അതൊക്കെ നമുക്ക് എത്രത്തോളം ക്ലീൻ ചെയ്യണോ അതനുസരിച്ച് നിങ്ങൾ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഈ ഒരു സൊല്യൂഷന് കുറച്ച് മണം കിട്ടാനായിട്ട് ഇതിലേക്ക് കംഫർട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കംഫർട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, മണത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സൂപ്പർ ഡൂപ്പറായിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരൊറ്റ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തറ തുടച്ചെടുക്കുന്നത്, അതുപോലെ തന്നെ ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സൊല്യൂഷൻ മതി കേട്ടോ നമുക്ക് വാതിലും ജനലും ഒക്കെ തുടച്ചെടുക്കാനായിട്ട്. ഇതിൽ നമ്മൾ കംഫർട്ട് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ തറ തുടച്ച് കഴിഞ്ഞാൽ മുറിക്കുള്ളിൽ നല്ലൊരു മണമായിരിക്കും. പിന്നെ ഇതിൽ നമ്മൾ നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വീടിനുള്ളിലെ ചിലന്തി ശല്യമൊക്കെ നല്ലപോലെ മാറിക്കിട്ടും. പിന്നെ പാറ്റ അതുപോലെ തന്നെ ഈച്ചയുടെ ഒക്കെ ശല്യം മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരൊറ്റ സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ തറയൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ മതി. ആദ്യം ഞാൻ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയ സൊല്യൂഷൻ പകുതിയോളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ബാൽക്കണിയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നമ്മൾ നാരങ്ങയും അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ബാൽക്കണിയൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ചിലന്തിയുടെ ശല്യം അതുപോലെ തന്നെ പാറ്റ പല്ലിയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. ഈ രീതിയിലുള്ള ഡീപ്പ് ക്ലീനിങ് നമ്മൾ ആഴ്ചതോറും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ വീട് നല്ല നീറ്റായിട്ടിരിക്കും. പലരും പല രീതിയിലായിരിക്കും വീട് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതിലും എളുപ്പത്തിലാണ് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ഏതാണെന്ന് കൂടി പറയണേ. ഞാൻ ചെയ്യുന്നത് പോലെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കുകയാണോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഏതെങ്കിലും കെമിക്കൽ യൂസ് ചെയ്തിട്ടാണോ നിങ്ങൾ വീട് ക്ലീൻ ചെയ്യുന്നതിന് തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കണേ. അതുപോലെ തന്നെ ഞാൻ ബാൽക്കണിയിൽ ചെറിയ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ബാൽക്കണിയിൽ നല്ല പോലെ വളരുന്ന പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. ഇനി നമുക്ക് ബാത്റൂമുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് ഞാനൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ബാത്റൂമും ടൈൽസും ക്ലോസറ്റും ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പ്യൂമിംഗ് സ്റ്റോൺ ആണ്. അത് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. വളരെ ലെസ് വെയിറ്റ് ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാത്റൂം ആയാലും അല്ലെങ്കിൽ ക്ലോസറ്റ് ആയാലും എവിടെയാണോ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റോൺ നല്ലതുപോലെ വെള്ളത്തിലൊന്ന് കുതിർത്ത ശേഷം ഒന്ന് ഉരച്ച് കഴുകിയെടുത്താൽ മതി.
സ്റ്റോൺ ആണെന്ന് കരുതിയിട്ട് നമ്മളിത് ബാത്റൂമോ ടൈലോ ഒന്നും കഴിയുമ്പോൾ അവിടെ പോറലൊന്നും വീഴത്തില്ല കേട്ടോ. നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് വെച്ചൊന്ന് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്ലീൻ ചെയ്യാനുള്ള സർഫസ് ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുക്കാം. അതിനുശേഷം ഈ സ്റ്റോൺ ഒന്ന് കുതിർത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുത്താൽ മതി. നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. വേറെ ഒരു കെമിക്കലും നമുക്ക് ആവശ്യമില്ല. ഈ ഒരു സ്റ്റോൺ യൂസ് ചെയ്ത് നമുക്ക് വാഷ് ബേസിന്, കിച്ചൺ സിങ്ക്, ക്ലോസറ്റ്, ടൈൽസ്, അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തിട്ടേക്കുന്ന ഇൻ്റർലോക്കിംഗ് കട്ടകളൊക്കെ ഉണ്ടല്ലോ, എല്ലാം തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് ആ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ ഈസിയാണ്. ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല. മാത്രമല്ല നമുക്ക് ഇത് എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാനും കഴിയും. സ്റ്റോണിൻ്റെ മോഡലായതുകൊണ്ട് തന്നെ നമുക്ക് ഇടുക്കിലുള്ള അഴുക്കുകളൊക്കെ നല്ലതുപോലെ ഉരച്ച് കഴുകിയെടുക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ അത് ഞാനത് ഉപയോഗിച്ച് കഴുകിയെടുത്തിട്ടുള്ള ഒരു റിസൾട്ടാണ്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ആ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യൂ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സൊല്യൂഷൻ്റെ ബാക്കി കുറച്ച് നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഞാൻ ജനലിലെ കമ്പികളും അതുപോലെ തന്നെ സ്റ്റെയറും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ജനലിൻ്റെ കമ്പി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ല പാടാണല്ലേ. അപ്പോൾ അത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഉപയോഗിക്കാത്തൊരു സോക്സ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കയ്യിലിട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ജനലിൻ്റെ കമ്പികളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ സോപ്പൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഒറ്റ പ്രാവശ്യം ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ജനൽ കമ്പികളിൽ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. കാരണം ഇതിലേക്ക് നമ്മൾ വിനാഗിരിയും അതുപോലെ തന്നെ നാരങ്ങയൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം തുരുമ്പൊക്കെ ആ ഒരു അസിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പോയി കിട്ടും. ഇനി നമുക്ക് തറ കൂടി ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ് മൊത്തം വീട് നമ്മൾ ഒരു ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കരുത്. അത് നമുക്ക് പണി കിട്ടും. ഇതുപോലെ 1-2 മുറി മാത്രം ഒരു ദിവസം ക്ലീൻ ചെയ്യുക, അടുത്ത ദിവസം അടുത്ത മുറി. ആ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയെല്ലാം കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വലിയ ആയാസവും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഈ ഒരു മുറിയിലെ ഫ്ലോർ മാറ്റും അതുപോലെ തന്നെ വിൻഡോയിലെ കർട്ടനുകളും ഒക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനുള്ള വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കുള്ളിൽ ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മെഷീൻ ഉപയോഗിക്കാതെ എത്ര കട്ടിയുള്ള വിൻഡോ കർട്ടൻ ആണെങ്കിലും അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് ആണെങ്കിലും ക്ലീൻ ചെയ്തെടുക്കുന്ന വീഡിയോ ആണത്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പം ഇതാണ് കേട്ടോ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ വീടിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക്. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ.